അപ്പോൾ ചെമ്മര ഐഫോണിൻ്റെ അഡ്വാൻസ് ലെവൽ കോഴ്സ് ഈ വരുന്ന 15-ാം തീയതി iExpertൽ വെച്ചിട്ട് നടക്കുകയാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 3 ട്രെയിനർമാരാണ്. അതിൽ ഒന്നാമത് ഞാനും, രണ്ടാമത്തെ iExpertൻ്റെ ട്രെയിനറായിട്ടുള്ള ഷെഫി, മൂന്നാമത്തെ ആള് ഷെഫി ആരാണ്? മൂന്നാമതുള്ള ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിന് പുറത്തുള്ള ഒരാളാണ്. ഓന് ചെയ്യേണ്ടത് ആള് മെയിനായിട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മളെ ഈ ട്രെയിനിങ്ങിൽ, ഈ അഡ്വാൻസ് ട്രെയിനിങ്ങിൽ അവന് കൊടുക്കേണ്ടത് CPU ഓൾറെഡി റീബോൾ ചെയ്തിട്ടുള്ള CPU-ൽ റാം സെപ്പറേറ്റ് ചെയ്തിട്ട് അത് റെഡിയാക്കുന്ന ഒരു സംഭവമാണ് ചെയ്യേണ്ടത്. പിന്നെ CPU-ന്റെ പാഡൊക്കെ മിസ്സായി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളതും, ഓൾറെഡി CPU റിമൂവ് ചെയ്യാത്ത CPU-ന്ന് റാം ചെയ്യാൻ പല ആൾക്കാരും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ റിമൂവ് ചെയ്ത CPU-ന്ന് റാം ചെയ്യാൻ അങ്ങനെ കൂടുതലും മാർക്കറ്റിൽ ആർക്കും കഴിയാറില്ല. അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളെ മൂന്നാമതായിട്ട് വരുന്നത്. പിന്നെ അൻവറിനെ എല്ലാവർക്കും അറിയാം. അൻവർ ഓൾറെഡി കുറെ വർക്കുകളൊക്കെ ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇതിൽ അറിയുന്ന ആളാണ്. പിന്നെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് മറ്റുള്ളത് ചെയ്യണമെന്നുള്ളത് അൻവർ പറഞ്ഞുതരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐഫോണിൻ്റെ A10 മുതൽ A16 വരെയുള്ള CPU അത് നിങ്ങൾക്ക് വർക്കിംഗ് ഫോണിൽ തരും. പിന്നെ അതേപോലെ തന്നെ ഡിസ്പ്ലേ അൺനോൺ പാർട്ട് 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് 2 രീതിയിൽ നമുക്ക് ചെയ്ത് കാണിച്ചു തരും. പിന്നെ അതേപോലെ തന്നെ ബാറ്ററിൻ്റെ BMS കട്ടാവുകയോ അതല്ലെങ്കിൽ ബാറ്ററി BMS ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് BMS ഡാമേജ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു BMS റിക്കവർ ചെയ്യാം. അതായത് BMS സ്വാപ്പ് ചെയ്തിട്ട് റെഡിയാക്കാം. ആ ഒരു മെത്തേഡും. മൂന്നാമത്തെ കഴിഞ്ഞാൽ ഫേസ് ഐ ഡി നമുക്ക് ഓൾഡ് മെത്തേഡ്, പുതിയ മെത്തേഡല്ല ഓൾഡ് മെത്തേഡ് ചെയ്യുന്നത് 13 സീരീസിൻ്റെ ഐഫോൺ എക്സും സീരീസുകളും. അതിൽ 13 സീരീസിൻ്റെ സ്പെഷ്യൽ ചെയ്യുന്നത് നമ്മൾ ഷെഫിയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ഈ 3 ആളെ വെച്ചിട്ട് ട്രെയിനർമാർ 3 ആളെ വെച്ചിട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ടെക്നീഷ്യന്മാർക്ക് ഓരോരുത്തർക്ക് ഓരോ സ്കില്ലായിട്ടുണ്ടാവുക. ഇപ്പം ഞാൻ 13 സീരീസിൻ്റെ ഫേസ് ഐ ഡി സംഭവങ്ങൾ ചെയ്ത് നമുക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അൻവർ കൂടുതലായിട്ട് കൊടുക്കുന്നത് CPU പിന്നെ സ്വാപ്പിംഗ് ഒക്കെ കൂടുതലായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അൻവർ അതിനാണ് കൂടുതൽ സ്കില്ലുള്ളത്. അങ്ങനെ ഓരോരുത്തർ സ്കില്ല് അനുസരിച്ചിട്ടാണ് നമ്മളെ സ്റ്റുഡൻസിന് നമ്മൾ ക്ലാസ് കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് സ്റ്റുഡൻസിന് കൂടുതൽ സംഭവങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇപ്പൊ നമ്മളെ ഈ ഒരു ഇതിന്റെ ഉള്ളടക്കമായിട്ട് വരുന്നത് കോഴ്സിൽ.